ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലല്ല, നിങ്ങളെല്ലാവരും IFSകാരാവാനുമല്ല. പക്ഷേ ഞാൻ ഈ തിളങ്ങുന്ന കണ്ണുകളിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇതിൽ IASകാരുണ്ട്, IPSകാരുണ്ട്, IFSകാരുമുണ്ട്. നാളത്തെ നേതാക്കളാവണം. ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് സ്കിൽ സെറ്റുള്ള ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സാങ്കേതിക വിദ്യയാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി നിർമ്മിക്കുക. ഇപ്പം ഇന്ന് ലോകത്ത് നടക്കുന്ന റെവല്യൂഷൻ്റെ പേര് ഇൻ്റലിജൻസ് റെവല്യൂഷൻ എന്നുള്ളതാണ്. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു സ്പീഷീസിനെ മനുഷ്യൻ ദിനം പ്രതി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിക്കുന്ന, നിങ്ങളുണ്ടാക്കുന്ന ആ ഒരു ഫണ്ടമെൻ്റൽസിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പരീക്ഷയിലെ വലിയൊരു ഭാഗം ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. സോ നിങ്ങളിപ്പം നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ, നിങ്ങളുടെ അക്കാഡമിക് വിഷയങ്ങൾ ഗൗരവത്തോടെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായി വരും. Want to speak, you want to learn how to speak in front of the crowd. മുന്നിൽ കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ അവരെ മുന്നിൽ വന്ന് സംസാരിക്കാൻ, കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ, അഭിമാനത്തോടെ വാക്കുകൾ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. 3, 5 ഏതിടങ്ങളിലാണെങ്കിലും ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ എതിർക്കാൻ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് വാക്കുകൊണ്ട്, എഴുത്തുകൊണ്ട്, സംഭാഷണ ശൈലികൾ കൊണ്ട്, സൗഹൃദങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല നിമിഷങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കണം. ദ പ്രസന്റ് മൂമെന്റ് ഇസ് ഇന്നവെറ്റബിൾ. ആ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ സ്നേഹ വായ്പകൾ നേടിക്കൊണ്ട്, അവരുടെ ആദരവുകളും അവരുടെ വായ്പകൾ നേടിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ. ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടു, അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരുപാട് പേര് സ്റ്റേജിന് ആദ്യമായിട്ട് കയറി സംസാരിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ പുതിയ കാര്യങ്ങൾ നേടിയെടുത്തു. So it was really a nice experience.